Hi students, good morning. Good morning, sir. Good morning. Video se कौन सी दे बेगम? Make a silent prayer. Okay, right on the പറഞ്ഞേ അബ്ദുൽ അസീസ് എന്തായിരുന്നു വോളിയം ഓഫ് എ കോണിന്റെ ഫോർമുല വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല 4/3 pi into r square r cube. ഒന്ന് റിപ്പീറ്റ് ചെയ്തടാ 4/3 4/3 r cube 4/3 r ക്യൂബോ r square. അപ്പൊ ഏതാ നീ പറയണത് ഇതെല്ലാം ഫോർമുല ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള അവസരമാണോ അല്ല എന്നാ ഇനി ലാസ്റ്റ് ആൻസർ ആട്ടാ ഇനി അടുത്ത പേര് എഴുതും പറഞ്ഞോ വോളിയം ഓഫ് എ സ്ഫിയർ 4/3 into r square. പറയണ ആൻസർ എന്താണ് വോളിയം ഓഫ് എ സ്ഫിയർ 4/3 pi r cube. 4/3 pi r ക്യൂബ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താ സുഹൈലേ 2/3 pi r square. 2/3 അല്ല pi r pi r pi r cube. 2/3 pi r cube. Sharon, what about the surface area of a hemisphere? 3 pi r square. What is the surface area of a sphere? Shahan? 4 pi r square. Pi r square. Melting and recasting number of new spheres എങ്ങനെയാ കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ അബിൻ കേൾ ദോസ് അബിൻ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് നമ്മൾ എങ്ങനെ പുതിയ നമ്പർ ഓഫ് ഐറ്റംസ് കണ്ടുപിടിക്കുക Sir, volume of a cone is equal to total volume by number of cones. വോളിയം ഓഫ് എ കോൺ ഈക്വൽ ടോട്ടൽ വോളിയം ബൈ നമ്പർ ഓഫ് കോൺസ് ഓക്കെ കുഴപ്പമില്ല അമ്മാനില്ലാഹി എന്തായിരുന്നു വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല 4/3 pi r cube. റബീസേ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്താ 3 pi r square. 3 pi r square. ഓക്കെ എടുത്ത വേഗം നമ്മൾ ഇന്നലെ എക്സസൈസിലേക്ക് കയറിയായിരുന്നോ ചെയ്ത് തുടങ്ങിയായിരുന്നോ ക്വസ്റ്റ്യൻ വായിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പേജ് നമ്പർ 203 ഇല്ല sir. ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ഗൗരി Find the radius of the sphere having volume 288 pi centimeter cube. അവിടെ നമ്മൾ ഈ ക്യൂബ് സെന്റിമീറ്റർ സോറി നമ്മുടെ ആർ ക്യൂബ് വരുന്നതിന് എങ്ങനെ സിംപ്ലിഫൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ശരിയല്ലേ ഓക്കെ കേട്ടോ ഞാൻ ജസ്റ്റ് ആ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാണ് ക്യൂബ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് കോമൺലി വരുന്ന ചില വാല്യൂസ് എന്ന് പറഞ്ഞാൽ 27 64 ഇതൊക്കെ നമുക്ക് സാധാരണ വരാറുള്ളത് ഓക്കെ ഇങ്ങനെ കുറെ നമ്പേഴ്സ് അപ്പൊ ഇവനെ ആർ ക്യൂബ് ഈക്വൽ സപ്പോസ് 64 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആറ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ എഴുതുക ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 ആണെങ്കിൽ നമ്മൾ എഴുതും ആർ ഈസ് ഈക്വൽ ടു സിംപ്ലി ഇങ്ങനെ എഴുതിയിരിക്കും അല്ലേ ഇതിൻ്റെ അർത്ഥം സ്ക്വയർ റൂട്ട് എന്ന് ഈ സ്ക്വയർ റൂട്ടിന്റെ മുമ്പിൽ ആ റൂട്ടിന്റെ മുമ്പിൽ ഒരു 3 എന്ന് എഴുതിയാൽ നമ്മൾ അതിനെ ക്യൂബ് റൂട്ട് എന്നാണ് റീഡ് ചെയ്യേണ്ടത് ഓക്കെ ശരി ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക 64നെ 2 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 32 കിട്ടും 2 വെച്ച് ഒന്നുകൂടെ കട്ട് ചെയ്താൽ 16 വരും 2 വെച്ച് കട്ട് ചെയ്യാം 8 4 2 1 കണ്ടോ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ പെയർ ചെയ്യണം സോറി ഗ്രൂപ്പ് ചെയ്യണം എത്ര പേരെ ഗ്രൂപ്പായിട്ട് തിരിക്കണ്ടേ ബിലാലെ എത്ര പേരുടെ ഗ്രൂപ്പായിട്ട് തിരിക്കണ്ടേ 3 പേര് എ ഗ്രൂപ്പ് ഓഫ് 3 അങ്ങനത്തേക്കിന് 3 പേരെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു ഗ്രൂപ്പ് നമ്പർ 1 ഗ്രൂപ്പ് നമ്പർ 2 രണ്ട് ഗ്രൂപ്പ് കിട്ടി 2 into 2 4 ആൻസർ നോട്ട് ചെയ്ത് വെച്ചേ അപ്പൊ ഇതാണ് നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തഡോളജി
2ന്റെ 2 ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. 2 into 2 വന്നു. 4 ആൻസർ കിട്ടി. സ്ക്വയർ റൂട്ട് അല്ലാട്ടോ, ക്യൂബ് റൂട്ട് ആണേ. കഴിഞ്ഞല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ശരി, അപ്പൊ പേജ് നമ്പർ 203 എടുത്തേ. പേജ് നമ്പർ 203 ചെയ്ത് തുടങ്ങിയ ക്വസ്റ്റ്യൻ നമ്പർ 1. സ്പീഡ് ആവണേ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കാൻ ട്രൈ ചെയ്യാം, സമയം കളയരുത്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ഫസ്റ്റ്. എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്തൊക്കെ ഡേറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. ഒന്ന് എടുത്ത് എഴുതണം, പ്രത്യേകം എടുത്ത് എഴുതണം. സ്പീഡാവട്ടെ. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനും കാര്യങ്ങൾ നോട്ട് ചെയ്യാനും യു ഹാവ് 1 more minute. തേർട്ടി സെക്കൻഡ്സ് ഓടെ കേട്ടോ. കംപ്ലീറ്റ് ആയ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണേ. മാഞ്ച അഭി ഒന്ന് പറയണേ, എന്തൊക്കെയാ തന്നിട്ടുള്ളേ? മാഞ്ച സർഫസ് ഏരിയ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 120. ആരുടെ സർഫസ് ഏരിയ? സ്ഫിയറിന്റെ. എന്താ കണ്ടുപിടിക്കണ്ടേ? അത് രണ്ടായിട്ട് മുറിച്ചാൽ അപ്പോൾ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താ? ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കിട്ടണമെങ്കിൽ ഏത് ഡാറ്റ വേണടാ? സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കിട്ടണമെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ അറിയണം? ബേസ് കിട്ടണം. ബേസോ? ബേസോ? അങ്ങനെ സാധനത്തെ കുറിച്ച് നമ്മൾ ചർച്ചയിലേ വന്നിട്ടില്ലല്ലോടാ, ബേസ് എന്ന് പറഞ്ഞിട്ട്. അല്ല, രണ്ടായിട്ട് മുറിക്കുമ്പോ
സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറുടെ എന്താ വേണ്ടതെന്ന് തിരിച്ചറിയാതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അത് ബേസ് അല്ല. എന്നെ സർഫസ് ഏരിയയുടെ ഫോർമുല വാങ്ങിച്ച സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിന്റെ, സോറി ഹെമിസ്ഫിയറിന്റെ 2 pi r square. 2 pi r സ്ക്വയർ. ആഹാ, അവിടുന്ന് അങ്ങനത്തെ ഫോർമുല കിട്ടി. അല്ല 3 pi r square. 3 pi r സ്ക്വയർ. ആ ഫോർമുല അനുസരിച്ച് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ ആരുടെ വാല്യൂ കിട്ടണം? സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയറിന്റെ ഫോർമുല 3 pi r സ്ക്വയർ ആണ്. കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ്. അതിന് ഏത് ഡാറ്റയാണ് വേണ്ടത്? ചിന്തിക്കുന്നില്ല, അതിന്റെ പ്രശ്നമാണ്, ചിന്തിക്കാത്തതിന്റെ വിഷയമാണ്. അഹമ്മദ് പറഞ്ഞ അഹമ്മദ് അബ്ദുൽ കരീം, ഏത് ഡാറ്റ കിട്ടണം ആൻസർ കിട്ടണമെങ്കിൽ? റേഡിയസ് കിട്ടണം. റേഡിയസ് ആണ് കിട്ടേണ്ടത്. Radius is the data required. ചെയ്ത് സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വേഗം. നമുക്ക് നിലവിൽ തന്നിട്ടുള്ള ആളിൽ നിന്ന് റേഡിയസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതേപ്പറ്റി നമുക്ക് റേഡിയസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നേരെ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ത്രീ പൈ ആർ സ്ക്വയർ ആണ് ഫോർമുല. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ ആൻസർ ആയി. ഒരു മിനിറ്റ് അവിടെ കേട്ടോ. അഭിനയ ചോദിച്ചോടാ, അഭിനിക്ക്. സാർ ഈ 120 ഹാഫ് എടുക്കാൻ പറ്റൂ? 100 ഹാഫ് എടുത്താൽ കിട്ടൂല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സ്ഫിയറിന്റെ ഹാഫ് അല്ലല്ലോ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ. കാരണം ഇന്നലെ പറഞ്ഞവർക്കല്ലടാ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു സർക്കുലാർ സർഫസ് കൂടെ ഉണ്ടാവുന്നില്ലേ. അതുകൊണ്ട് നേരെ പകുതി എടുത്താൽ കിട്ടൂല. വോളിയം ആണെങ്കിൽ ഓക്കെ, സ്ഫിയറിന്റെ ഉള്ളിൽ കൊള്ളുന്നതിന് നേരെ പകുതി ഹെമിസ്ഫിയറിന്റെ ഉള്ളിൽ കൊള്ളും. സർഫസ് ഏരിയയിൽ അങ്ങനെയല്ല, അവിടെ തെറ്റും. അതാ ഞാൻ പറഞ്ഞേ, ഒരുപാട് പേര് നേരെയാണല്ലോ സർഫസ് ഏരിയ ഹെമിസ്ഫിയർ 120/260 എഴുതി വയ്ക്കും. ആൻസർ തെറ്റാണ്. അങ്ങനെയല്ല നമുക്ക് ആൻസർ കിട്ടുക. സാർ ഈ 120 കൊടുത്തേക്കണ പൈക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ അതെ, ഫൈനൽ അത് 120. ഇൻസാഫ് റേഡിയസ് കിട്ടിയ മോനെ? ഇൻസാഫ് എന്താണ് റേഡിയസ് കിട്ടാനുള്ള വഴി എന്താടാ? ആരും നമുക്ക് അറിയാവുന്നേ? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ അതാ. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ അറിയാം. അവിടുന്ന് എങ്ങനെ റേഡിയസ് കിട്ടും? 4 pi r square is equal to ആ പറഞ്ഞോ. 120. Absolutely. 4 pi r square equal to 120. So നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് ആണ് കിട്ടേണ്ടത്. ബാക്കി എല്ലാവരും തട്ടിക്കോളപ്പുറത്തേക്ക് റേഡിയസ് കിട്ടാൻ വേണ്ടി. അപ്പൊ ആരും നിർത്തണം അവിടെ? 4 അല്ലോടാ, റേഡിയസ് അല്ലേ കിട്ടണ്ടേ. ആരും നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടത്? ആർ സ്ക്വയർ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. അപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 4 പൈ. 120 4ഉം കട്ട് ചെയ്യുമ്പോൾ 30 കിട്ടും. ആർ സ്ക്വയറിന്റെ വാല്യൂ 30/π. ആർ സ്ക്വയർ ആടോ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 30/π. ഇങ്ങനെ വന്നായിരുന്നോ റേഡിയസ്? ഫൈൻ. ഇനി നേരെ കൊണ്ട് നമ്മൾ അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സർഫസ് നമുക്ക് കൃത്യം ഫോർമുല ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. സർഫസ് ഏരിയ 3 pi r സ്ക്വയറിൽ 3 pi ഇൻറ്റു റേഡിയസ് റൂട്ട് 30/π. 2 സ്ക്വയർ 3 pi ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയി. ചോദിച്ചോ പിന്നെ, ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചു. സാർ ഈ പൈ ആർ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നേരെ ഈ അങ്ങനെയും ചെയ്യാം, തെറ്റൊന്നുമില്ല. അത് ഞാൻ പറയാം. അത് ഇപ്പം സ്പേസ് ഇട്ടേക്കുന്നതിനോട്ട് ആ കേസോടെ ഞാൻ പറയാം. സിംപ്ലിഫൈ ചെയ്തെടുത്ത വേഗം.
ഫൈനൽ ആൻസർ എത്ര കിട്ടി അമാനിലാഹി? ഫൈനൽ ആൻസർ 90. 90 ആൻസർ കിട്ടും. ഇവിടെ പൈ ആൻഡ് പൈ ക്യാൻസൽ ആവും. ബാക്കി 3 into 30 ആണുള്ളത്. 90 സെന്റിമീറ്റർ സ്ക്വയർ will be the final answer. ഇതിന്റെ ഒരു അനദർ ഓൾട്ടർനേറ്റീവ് കൂടി ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 4 pi r സ്ക്വയർ ഈക്വൽ ടു, അത് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, കാരണം ചിലപ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് കത്തിക്കോളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മെത്തേഡ് പറയാൻ. നമ്മളിപ്പോൾ ചെയ്താണ് നോർമൽ മെത്തേഡ്, റേഡിയസ് കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് സർഫസ് ഏരിയ 120 ആണ്, 4 pi r സ്ക്വയർ 120 ആണ്. നമുക്ക് കിട്ടേണ്ടത് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ്, അത് 3 pi r സ്ക്വയർ ആണ് അല്ലേ. 4 pi r സ്ക്വയർ 120 ആണെങ്കിൽ pi r സ്ക്വയറിന്റെ വാല്യൂ 120/4 ആയ 30 ആയിരിക്കും. pi r സ്ക്വയറിന്റെ വാല്യൂ 30 ആണെങ്കിൽ 3 pi r സ്ക്വയറിന്റെ വാല്യൂ 3 into 30 ആയ 90 ആയിരിക്കും. കണ്ടോ, റേഡിയസിലേക്ക് പോവാതെ ഇങ്ങനെയും ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അത് പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവൂ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവൂ, എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല. അതിനെ ആ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യാനുണ്ട്. എനിവേ 90 കിട്ടിയില്ല എല്ലാവർക്കും? ശരി, ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോട്ടെ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻ പാർട്ടിൽ ചെറിയ ഡൗട്ട് വന്നേക്കാം, ബാക്കി ഒന്നിലും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ബാക്കിയൊക്കെ എളുപ്പം കിട്ടുന്നതാണ് ആ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ചെയ്യുന്നതോട് ചിലപ്പോൾ ഒത്തിരി ഡൗട്ട് വന്നേക്കാം, മേ ബി. ക്വസ്റ്റ്യൻ വായിച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ 1 മിനിറ്റോടെ മാക്സിമം കേട്ടോ. ഓക്കെ റൈറ്റ്, എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങൾ ഐഷ? മറ്റേ റേഷ്യോ വന്നിട്ടുണ്ട്, 2 സ്ഫിയറിന്റെ വോളിയത്തിന്റെ റേഷ്യോ. വോളിയത്തിന്റെ റേഷ്യോ, ശരി. പിന്നെ അതിന്റെ റേഡിയസിന്റെ റേഷ്യോയും പിന്നെ സർഫസ് ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ റേഡിയസിന്റെയും അതുപോലെ തന്നെ സർഫസ് ഏരിയയുടെയും റേഷ്യോസ് കണ്ടെത്തണം. ഇതാണ് നമുക്കുള്ള ടാസ്ക്. നമ്മൾ ഇതിനു മുമ്പ് കോണുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ളപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമുക്കിവിടെ റേഡിയസ് തന്നിട്ടില്ല അല്ലേ, റേഡിയസിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഇതുപോലെ നമ്മൾ കോണിൽ ചെയ്യുമ്പോഴേ ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, ഹൈറ്റ് ഈസ് നോട്ട് ഗിവൺ. അപ്പൊ നമ്മൾ 2 കോണിന്റെയും ഹൈറ്റ് എങ്ങനെ എടുത്തുകൊണ്ടിരുന്ന അല്ല മീൻസ് 2 കോണുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല, നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും രണ്ടുപേരെയും? H1 H2 നമ്മൾ ചൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 2 സ്ഫിയറിന്റെയും റേഡിയസിനെ R1 R2 എന്ന് എടുക്കാം. ഒന്നാമത്തെ സ്ഫിയറിന്റെ റേഡിയസിനെ R1 നമ്മൾ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ റേഡിയസിനെ R2 എന്ന് ചൂസ് ചെയ്യുന്നു.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും രണ്ടുപേരുടെയും. വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വോളിയം ഓഫ് സെക്കൻഡ് സ്ഫിയർ അവിടെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. റേഷ്യോ തന്നിട്ടുണ്ട്, അവിടുന്ന് പിന്നെ ബാക്കി സിംപ്ലിഫിക്കേഷനിലേക്ക് എഴുതാം. ശ്രമിച്ചേ വേഗം. Now it's your time. ശ്രമിച്ചേ. ഒരു 2 to 3 minute മാക്സിമം ആട്ടോ. 2 to 3 minute മാക്സിമം. സ്പീഡ് ആവട്ടെ. ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്ന കാര്യം മാത്രം കോപ്പി ചെയ്തെടുത്തിട്ട് പിന്നെ കാത്തിരിക്കുന്ന അവസ്ഥ പറ്റില്ല കേട്ടോ. പരമാവധി 2 മിനിറ്റോടെ. Two more minutes. ഒരു മിനിറ്റോടെ. മാക്സിമം ആട്ടോ, അതേ കൂടുതൽ ടൈം എടുക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ എക്സാമിനകത്ത് ടൈം കിട്ടുകയുള്ളൂ. ഇതിലാകെ ജസ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് ഈ ക്യൂബുമായി ബന്ധപ്പെട്ട് ക്യൂബിന്റെ ഒരു സിംപ്ലിഫിക്കേഷൻ, അത് മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. റേഷ്യോ വന്നാൽ റേഷ്യോനെ എങ്ങനെ ചൂസ് ചെയ്യണം, റേഷ്യോനെ എങ്ങനെ മാറ്റണം, ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, മാക്സിമം 1 മിനിറ്റ് കൂടി മാക്സിമം. കിട്ടിയവർക്ക് നേരെ ക്വസ്റ്റ്യൻ 3ലേക്ക് പോകട്ടോ. കംപ്ലീറ്റ് 3 വളരെ എളുപ്പമാണ്. 3 വളരെ സിമ്പിളാണ്. 4th ചിലപ്പോൾ ഒരു ചെറിയ ഡൗട്ട് വന്നേക്കാം, മേ ബി. 3 വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. നോക്കട്ടെ, ഒന്ന് പറഞ്ഞ എന്തൊക്കെയാ കിട്ടിയേക്കുന്നത്. സുഹൈലെ പറയടാ, വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ എങ്ങനെ എഴുതി? 2:6. 2:6 ആവുന്നടി. അല്ല, റേഷ്യോ എടുത്ത് തന്നെയല്ലേ. എടാ, ഒന്നാമത്തെ സ്ഫിയറിന്റെ വോളിയം നീ എന്താ എഴുതിയെന്ന് ഞാൻ ചോദിച്ചു. അത് റേഷ്യോ എന്താ വോളിയം ഓഫ് സ്ഫിയറിന്റെ ഫോർമുല? 4/3 πr³. 4/3 πr³ ഒന്നാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് ഇപ്പൊ നമ്മൾ ഒന്ന് എടുത്തേക്കുന്നത് 227. ഇത് എവിടെ നിൽക്കണ നിനക്ക് ഈ വാല്യൂ? R1. R1. അങ്ങനെയാണെങ്കിൽ വോളിയം എന്താ വരിക? ഫോർമുലയിലേക്ക് ചിന്തിക്കടാ. വോളിയം ഓഫ് സ്ഫിയറിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. റേഡിയസ് നമ്മൾ R1 എന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്താ വോളിയം വരിക? എന്താ നമുക്ക് അവിടെ എഴുതാൻ പറ്റുക പറഞ്ഞേ ഇർഫാൻ ശംസുദ്ദീൻ? വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ എന്താ എഴുതാൻ പറ്റുക?
V1 is equal to 4 by 3 pi R1 is equal to 27. 4/3 pi R1 R1 എന്നല്ലോ R1 cube. R1 ക്യൂബ് ഈക്വൽ ടു 27 എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷ്യോയിൽ നമുക്ക് വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല 27 എക്സ് എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. ചുമ്മാ 27 നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല, അത് തെറ്റും. 4/3 pi R1 ക്യൂബ് എന്ന് എഴുതാം. ഇതുപോലെ സെക്കൻഡ് ആളുടെ ശ്രേയ സെക്കൻഡ് സ്ക്വയറിന്റെ വോളിയം എന്താ എഴുതാ? Volume of second sphere is equal to 4 by 3 pi into R2 the whole cube. 4/3 pi into R2 ക്യൂബ് എന്ന് വരും. ഇനി ഇവിടെ എന്താ അർത്ഥം ചെയ്യാൻ പറ്റുക? ആൻസർ എന്ന് പറഞ്ഞേ വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ ഇവന്റെ റേഷ്യോ നമുക്ക് ചൂസ് ചെയ്യാം. V1 by V2 വോളിയത്തിന്റെ റേഷ്യോ. അപ്പൊ ഒന്നാമത്തെ ആളുടെ വോളിയം 4/3 pi R1 ക്യൂബ് ഡിവൈഡഡ് ബൈ രണ്ടാമൻ 4/3 pi R2 ക്യൂബ് ഈക്വൽ ടു 27/64 ആണ്. ആൻഡ് ദർ 4/3 pi and 4/3 pi get cancelled. ബാക്കി നമുക്ക് കിട്ടും R1 ക്യൂബ് ഡിവൈഡഡ് ബൈ R2 ക്യൂബ് is equal to 27 divided by 64. R1 ക്യൂബ് ബൈ R2 ക്യൂബ് is equal to 27/64. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് പിന്നെ R1 ബൈ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇതിൽ പരിചയമില്ലാത്ത പുതിയൊരു സാധനം ഉണ്ടാവുള്ളൂ. 27/64 എന്ന് വരും. R1 by R2 ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27/64. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 27 ബൈ ക്യൂബ് റൂട്ട് ഓഫ് 64. രണ്ട് ക്യൂബ് റൂട്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഇതിങ്ങനെ R1 by R2 കിട്ടും. അവിടെ നമുക്ക് റേഷ്യോ ഓഫ് റേഡിയസ് കിട്ടും. പിന്നെ നേരെ സർഫസ് ഏരിയ ഫൈനാൻസ് പറഞ്ഞു. R1 ക്യൂബ് ബൈ R2 ക്യൂബിന് നേരെ നമുക്ക് ക്യൂബ് റൂട്ട് 27 ബൈ ക്യൂബ് റൂട്ട് 64 എഴുതാൻ പറ്റില്ലേ? R1 by R2 ഈക്വൽ ടു ക്യൂബ് റൂട്ട് എന്ന് എഴുതാം. R1 ക്യൂബ് ബൈ R2 ക്യൂബ് 27/64 ആണ്. R1 by R2 ആക്കുമ്പോഴാണ് ക്യൂബ് റൂട്ട് എടുക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് ഇങ്ങനെ പുറത്തെടുത്ത് ഹോൾ ക്യൂബ് എടുക്കണ്ടല്ലോ. വേണമെന്നില്ല, ഞാൻ ഡീറ്റെയിൽ സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് വെട്ടി കുറയ്ക്കാം ഐഡിയ ഉണ്ടെങ്കിൽ. നോ പ്രോബ്സ്. ന്റെ ക്യൂബ് റൂട്ട് എത്ര? 27 ക്യൂബ് റൂട്ട് ആദിൽ കെ ചെയ്തില്ല, അവിടെ വരെ എത്തിയില്ല. സ്പീഡാവട്ടെ. അങ്ങനെ നമുക്ക് R1 is to R2 കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് വോളിയം മാത്രമാണോ ക്വസ്റ്റ്യനിലുള്ള ഫസ്ന? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റേഷ്യോ ഓഫ് വോളിയം മാത്രമേ ഉള്ളൂ, സോറി റേഡിയസ് മാത്രമേ ഉള്ളൂ. സർഫസ് ഏരിയ, റേഷ്യോ ഓഫ് സർഫസ് ഏരിയ. R1 എടുക്കും, R2 എടുക്കും. അവിടെ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് സ്ഫിയർ. R1 ടേംസിൽ നമ്മൾ അതിന്റെ വാല്യൂ എഴുതും. അതുപോലെ തന്നെ അഭിൻ ചോദിച്ചോ? സാർ ഈ ക്യൂബ് റൂട്ട് എടുത്തിട്ട് ചുമ്മാ എഴുതിയാ പോലെ, തിരിച്ചു എഴുതാനൊന്നുമില്ലല്ലോ. എങ്ങനെ തിരിച്ചടാ? ഈ തലതിരിച്ചൊന്നും എഴുതണ്ടല്ലോ. വേണ്ട വേണ്ട. എത്ര 27 റൂട്ട് കിട്ടിയെന്ന് പറയണ്ട റിഹാൻ VS. സാർ കഴിഞ്ഞില്ല. എവിടം വരെ എത്തി നീ? 27 ഇൻറ്റു ചെയ്യാം. 27 ആരോചിച്ച് ഇൻറ്റു ചെയ്യുക. ക്യൂബ് നോക്കണ്ടേ? ആ ക്യൂബ് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്? ക്യൂബ് എടുക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലായല്ലോ. ഇൻറ്റു ചെയ്യുന്നത് എന്താ? അങ്ങനെ മാറിപ്പോയ പാടാണല്ലോ. ഹയ എത്ര ക്യൂബ് റൂട്ട് ഓഫ് 27? 3. 3 ആണ്. 64ന്റെയോ?
4. 4. R1 by R2 3 by 4 കിട്ടും. 27 നിങ്ങൾ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 9, വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 1, 3 3 തവണ 27 ക്യൂബ് റൂട്ട് 3 കിട്ടും. 64 4 ആണ് ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചതാണ് അല്ലേ? പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ R1 is to R2 equal to 3 is to 4 എന്ന് കിട്ടും. റേഷ്യോ ഓഫ് റേഡിയസ് ആയി. നമുക്ക് അവിടുന്ന് റേഡിയസിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസിൻ്റെ റേഷ്യോ കിട്ടി. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സർഫസ് ഏരിയയുടെ റേഷ്യോയിലേക്ക് എത്താനുള്ള വഴി തെളിയും. ചെയ്ത് നോക്കി. പറഞ്ഞോ അബിൻ. സാർ ഈ 3-നെയും 4-നെയും നമുക്ക് വാല്യൂ ഇട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. വാല്യൂ ഇടാൻ പറ്റില്ല, നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് റേഷ്യോയിൽ ചൂസ് ചെയ്തിട്ടുള്ള പോലെ ചൂസ് ചെയ്യാം. ഒന്ന് പറയാം R1 R2 ഒക്കെ എങ്ങനെ ചൂസ് ചെയ്യുന്നത് കേൾക്കട്ടെ. R1 R2 ഒക്കെ അമാനമ്മൻ പറയടാ. R1 R2 ഒക്കെ എങ്ങനെയാ ചൂസ് ചെയ്തേ? R1 is to R2 3 is to 4 ആണെങ്കിൽ R1 ഉം R2 ഉം എന്തെന്ന് ചൂസ് ചെയ്യാം? 3R സ്ക്വയറും 3R സ്ക്വയർ അല്ല 3R എടാ റേഷ്യോ 3 is to 4 ആണെങ്കിൽ പറ 3R എടുക്കണം. 3R എടുക്കണം. മറ്റേ ആളെയോ 4R. സർഫസിന്റെ ഫോമിലെ 4πr സ്ക്വയർ ആണ്. ആറിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കണം. ഫോർ പൈ ഇൻറ്റു 3R സ്ക്വയർ 4π ഇൻറ്റു 4R സ്ക്വയർ. റേഷ്യോ കിട്ടാൻ വേണ്ടി രണ്ടുപേരും ഡിവൈഡ് ചെയ്യണം. കുറേ പേര് ബോർഡിന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഗുണം ചെയ്യില്ല. ഒറ്റയ്ക്ക് ചെയ്യാതെ ഈ സാധനം ഗുണം ചെയ്യില്ല. റേഷ്യോ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് റേഷ്യോ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പിരമിഡിൽ ചെയ്തു, കോണിൽ ചെയ്തു, ഇപ്പം നമ്മൾ സ്ഫിയറിൽ ചെയ്യാണ്. സ്റ്റിൽ റേഷ്യോ ചെയ്യുമ്പോൾ ഡൗട്ട് ആണെങ്കിൽ പണിയാവൂട്ടോ. ഇഷാനെ പറയണം, എന്താ ഫൈനൽ ആൻസർ റെഡി? മുഹമ്മദ് ഇഷാൻ 9:60. 9:60 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. 4π ക്യാൻസൽ ആവും, R സ്കോർ ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് 9:16 ആണ് ആൻസർ കിട്ടുക. റേഷ്യോ ഓഫ് രണ്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. റേഡിയസ് എന്ന് പറയുന്നത് 3:4 ആണ്. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 9:16 ആണ്. എടുത്ത് കൺക്ലൂഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് യു ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. താങ്കളെല്ലാം സ്പീഡ് ആവട്ടെ. 3 തുടങ്ങി 3 or 4 മിനിറ്റ് മാക്സിമം അതിനുള്ള കിട്ടണം കേട്ടോ. എല്ലാ ഡേറ്റയും ഡയറക്റ്റ് ഉണ്ട്, നേരെ സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എവറി ഡേറ്റ ഇസ് there directly in the question.
ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, കാര്യങ്ങൾ എടുത്ത് എഴുതാട്ടോ. ഏതാ ടോപ്പിക് എന്ന് ആലോചിക്കുക. ഇത് നമ്മൾ പഠിച്ച ഏത് ടോപ്പിക്കിലൊക്കെ കണക്ട് ചെയ്യുന്നത്? നമ്മളുടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ഏത്? ഏതാടാ മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആടാ? സിലിണ്ടറിന്റെ എന്താ? നമ്മൾ പല ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് വോളിയം, പിന്നെ വേറെ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഏത് ടൈപ്പാ? എങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാം? ശരി, എന്താ കണ്ടുപിടിക്കണ്ടേ? അത് മെൽറ്റ് കാസ്റ്റ് ചെയ്യുമ്പോ എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാൻ എത്ര പറ്റും? സ്പിയേഴ്സ് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. ഹൗ മെനി സ്പിയേഴ്സ് ആർ ഒബ്ടൈൻഡ്? അതിന്റെ കൃത്യം ഫോമുല നമ്മുടെ കയ്യിലുണ്ട്. വേഗം 2 more minutes മാക്സിമം. ഡേറ്റാസ് ഒന്ന് പറയാൻ നമുക്ക് തന്നിട്ടില്ല. മുഹമ്മദ് റിഹാൻ ഡേറ്റാസ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സാർ പറ. ബേസ് റേഡിയസ് 4 സെന്റിമീറ്റർ. ആരുടെടാ? സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് 4 ആണ്. ശരി, പിന്നെ ലെങ്ത് 10 സെന്റിമീറ്റർ. ലെങ്ത് 10 ആണ്. ശരി, പിന്നെ സ്പിയർ ഉണ്ടാക്കാനുള്ള റേഡിയസ് 2 സെന്റിമീറ്റർ. സ്പിയറിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ശരി, എന്താ കണ്ടുപിടിക്കണ്ടേ? എത്ര സ്പിയർ ഉണ്ടാക്കാന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം വോളിയം കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ? സിലിണ്ടറിന്റെയും പിന്നെ സ്പിയറിന്റെയും. എന്താണ് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല? 4πr². അല്ല, അത് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. സിലിണ്ടറിന്റെ വോളിയം മറിച്ചു നോക്ക്, ബുക്കിലുണ്ട്, മറിച്ചു നോക്ക്, സമയങ്ങളല്ലേ. സുഹേൽ ഓർക്കുന്നുണ്ടാ സിലിണ്ടറിന്റെ വോളിയം? സുഹേലെ, πr² അല്ല, അതിന്റെ കൂടെ ഒരാളോടെ ഉണ്ട്. πr² സർക്കിളിന്റെ ഏരിയ. സിലിണ്ടറിന്റെ വോളിയം ഫോർമുലാസ് മറന്നു പോയാൽ അപകടമാണ് കേട്ടോ. ഇൻസാഫേ, വോളിയം ഓഫ് πr²h ആണ്. അപ്പൊ ഈ വോളിയം കണ്ടുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ട ശ്രേയ? വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ സിലിണ്ടറിന്റെ ആണോ? ആ, റേഡിയസും വേണം, ഹൈറ്റും വേണം. ഹൈറ്റും വേണം. രണ്ടും നമുക്ക് തന്നിട്ടുണ്ടോ? ആ, എത്രയൊക്കെയാ? രണ്ടും തന്നിട്ടുണ്ട്. റേഡിയസ് 4 സെന്റിമീറ്റർ, ഹൈറ്റ് 10 സെന്റിമീറ്റർ. ഹൈറ്റ് എങ്ങനെ 10 ആയ? ലെങ്ത് അല്ലേ 10? ക്വസ്റ്റ്യൻ ലെങ്ത് എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ടോട്ടൽ ലെങ്ത് അല്ലേ? അതെ, അപ്പൊ ലെങ്തും ഹൈറ്റും സെയിം ആണോ? അല്ലേ? അതെ. ഒരു സംശയം വേണ്ട, അല്ലെ സെയിം ആണ്. കാരണം അത് നമ്മൾ സിലിണ്ടർ എങ്ങനെ പ്ലേസ് ചെയ്യുന്നതനുസരിച്ചാ പറയാം. നോക്കി, നമ്മളുടെ പിള്ളേർ ഇങ്ങനെയാണ് സിലിണ്ടർ വെക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മുടെ പെന്നൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പാ അല്ലേ? നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഹൈറ്റ് എന്ന് പറയും, പൊക്കം. ഓക്കെ, ഇതേ പൊക്കം തന്നെ അല്ലേ? നോക്കി, ഈ സെയിം ഹൈറ്റ് അല്ലേ നമ്മൾ ഇങ്ങനെ വെച്ച ലെങ്ത് ആയിട്ട് മാറുക? ലെങ്ത് കണ്ടോ? അപ്പൊ ലെങ്ത്തും ഹൈറ്റും ഒരേ സംഗതി തന്നെയാണോ? നമ്മൾ സിലിണ്ടറിനെ പ്ലേസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പൊ ഡയറക്ട്ലി നമുക്ക് പൈ ഇൻറ്റു റേഡിയസ് 4 ആണ്, ഹൈറ്റ് 10 ആണ്. സിംപ്ലിഫിക്കേഷൻ എപ്പോഴും അവസാനമായിട്ടോ നല്ലത്. ഇനി അടുത്തത് കേക്കട്ടെ, പറഞ്ഞേ മുഹമ്മദ് ഫാസിൽ, എന്താണ് വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല? വോളിയം ഓഫ് സ്ഫിയർ 4/3 πr³ 4/3 πr³ ആണ്. റേഡിയസ് എത്രടാ? 2. റേഡിയസ് 2 ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 πr³ 4/3 ഇൻറ്റു പൈ ഇൻറ്റു 2ന്റെ ക്യൂബ്. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽ, കൃത്യം റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്,
വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ, ഞാൻ കോമൺ ഫോമുല എഴുതുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആ ഫോമുല ചേഞ്ച് ചെയ്യണം കേട്ടോ. നമ്മൾ അവിടെ കോണെന്ന ഉപയോഗിച്ച് ഇവിടെ നമുക്കുള്ള ഷേപ്പ് ഏതാണോ ഷേപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫോമുലയിലെ പേരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, നമ്പർ കിട്ടും. കംപ്ലീറ്റ് ആയെങ്കിൽ യു ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. 4 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തിരിച്ചുള്ള കേസാണ്. കേട്ടോ. ഫൈനൽ ആൻസർ കിട്ടിയാലൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ഫൈനൽ ആൻസർ കിട്ടിയ ആളുകൾ 1 2 3 4 5. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. കഴിഞ്ഞ 4th പോട്ടെ കേട്ടോ. ഒന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? റബീസ കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞേ. സാർ 160 പൈ ബൈ 4/3. 160 അവിടെ നടാ വന്നേ. 160 അത് ഞാൻ മറ്റേത് ചെയ്തു പോയി. ഓ, എക്സ്പാൻഡ് ചെയ്തു അല്ലേ? ശരി ശരി ശരി, എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരുന്നില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. 160 പൈ, ബാക്കി പിന്നെ 32/3 പൈ. ശരി, 4/3 പൈ ഇൻറ്റു 2 ക്യൂബ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ആണ്, ഇൻറ്റു 10. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3 മുകളിലേക്ക് കയറും, ഫ്രാക്ഷൻ ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ബാക്കി താഴെ 4 ഇൻറ്റു പൈ ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. 3 2 ഉണ്ട്. നമുക്ക് കട്ടികളൊക്കെ കട്ട് ചെയ്യാം. 4 and 4 ഗെറ്റ് ക്യാൻസൽ, പൈ ആൻഡ് പൈ ഗെറ്റ് ക്യാൻസൽ. 2ഉം 4ഉം വെട്ടുമ്പോൾ 2 വരും. ആ 2ഉം ഈ 2ഉം വെട്ടിക്കളയാം. അടുത്ത 2ഉം 10ഉം കട്ട് ചെയ്യുമ്പോൾ 5 കിട്ടും. എത്രയൊക്കെ ഒരു ഫൈനൽ ആൻസർ കിട്ടി? 15 ഫൈനൽ ആൻസർ കിട്ടും. നമ്പർ ഓഫ് സ്പേസസ് 15. 5 into 3 15, 15 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക. ഡൗട്ടിനെ ചോദിക്കണം കേട്ടോ. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4. പറഞ്ഞോ. ഈ 160/32/3 അത് ചെയ്ത് കാണിക്കാമോ? 160/32/3. 160/32/3. 160 divided by 32/3. അത് നമ്മൾ ഡിനോമിനേറ്ററിന് റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ 160 into 3/32 എന്ന് വരും. ഓക്കെ, ഇനി 160ഉം 32 നമുക്ക് വെട്ടാം. വെട്ടി 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 ചെറുതാക്കാം. 160ഉം 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 16 80. കട്ട് ചെയ്താൽ 8 40 4 20 2 10 1
5. 5 into 3, 15. Okay, so I hope everyone started fourth one, right? നല്ല കയറില്ല എല്ലാവരും? ശരി. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ തന്നെ ഒരു കോൺവേഴ്സ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പിടി കിട്ടേണ്ടതാണ്. ഇത് വായിച്ചു നോക്കി. കാര്യങ്ങൾ എടുത്തെഴുതി ഒരു വഴിക്ക് എത്തിക്കാൻ 2 മിനിറ്റോടെ മാക്സിമം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് കേൾക്കട്ടെ. അല്ല മീൻ ഡിയേഴ്സ്, വാട്ട് ഓൾ ഡേറ്റാസ് ആർ ദർ ഇൻ ദ ക്വസ്റ്റ്യൻ? സാർ റേഡിയസ് 12 സെന്റിമീറ്റർ. വലിയ സ്ഫിയറിന് 12 ആണ്. ശരി. പിന്നെ 27 ചെറിയ സ്ഫിയറിനാകണം. ഓക്കെ. എന്നിട്ട് ആ ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ. ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഓഫ് സ്മോൾ സ്ഫിയർ. ഇത് നമ്മൾ പഠിച്ച ഏത് കേസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട അമ്ന? സിലിണ്ടർ ഇല്ലല്ലോ ക്വസ്റ്റ്യനില്. സ്ഫിയർ അല്ലല്ലോ. സിലിണ്ടർ വെച്ചിട്ട് അങ്ങനെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ? മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കിട്ടണമെങ്കിൽ വോളിയം ഓഫ് ദ ലാർജ് വൺ ബൈ വോളിയം ഓഫ് സ്മോൾ. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ. അപ്പൊ അതില് വലിയ സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. ആ വോളിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽ ടു എന്ന കൺസെപ്റ്റിൽ നിന്ന് റേഡിയസിലേക്ക് എത്താൻ പറ്റും. ശ്രമിക്ക് വെറുതെ ഇരിക്കല്ലേ. ട്രൈ ചെയ്യ്, തെറ്റിക്കോട്ടെ, ട്രൈ ചെയ്യ്. മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്തേ. ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. നിർബന്ധമായി നോട്ട്ബുക്കിൽ നിങ്ങളുടെ ഓൺ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവണം. ഞാൻ ബോർഡിൽ എഴുതിയിരുന്നത് മാത്രം എഴുതിയെടുത്താൽ പറ്റില്ല. അങ്ങനെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ് കൂടി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതാനും എത്തിക്കാനും 1 മിനിറ്റ് കൂടിയുണ്ട്. മിനിമം നമുക്ക് അവിടുന്ന് വലിയ സ്ഫിയറിന്റെ വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റണം. സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചില കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. സിംപ്ലിഫൈ എന്നൊക്കെ അവസാനം മതി. മിനിമം അത്രയും കാര്യങ്ങളെങ്കിലുമൊക്കെ നമുക്ക് അവിടുന്ന് എടുത്ത് എഴുതാൻ പറ്റണം. ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് നമുക്ക് അറിയില്ല. നമുക്ക് 6 തന്നെ നിർത്തിയാൽ മതി തൽക്കാലം. അൺനോൺ ക്വാണ്ടിറ്റി അല്ലേ, 6 തന്നെ നിർത്തിയാൽ മതി. കൃത്യമായി നമുക്ക് ലാർജ് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാം. ചെറുതിനെ ഫോമിലാക്കി തന്നെ നിർത്താം. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാം. അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റേഡിയസിലേക്ക് എത്തും. സംഗതി നമ്മളെത്തും. കംപ്ലീറ്റ് ആയവർക്ക് അടുത്തിലേക്ക് മൂവ് ചെയ്യാട്ടോ, ടൈം കളയണ്ട. Thirty seconds or maximum.
റിഹാൻ വിഎസിന് വോളിയം ഓഫ് ലാർജ് കിട്ടിയോടാ? റിഹാൻ സാർ കഴിഞ്ഞില്ല. വോളിയം ഓഫ് ലാർജ് സ്ഫിയർ കിട്ടിയോ? ഫുള്ളായിട്ട് കഴിഞ്ഞില്ല. 4/3 പൈ ഇൻറ്റു 12 സ്ക്വയർ. 12 സ്ക്വയർ. 12 സ്ക്വയർ. ഫോർമുല പറഞ്ഞ വോളിയത്തിന്റെ പൈ 4/3 പൈ ആർ സ്ക്വയർ. 4/3 പൈ ആർ സ്ക്വയർ എന്ന് ആരുടെ വോളിയാ? സ്ഫിയറിന്റെ. അങ്ങനെ വോളി ഞാൻ അങ്ങനെ ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോടാ. സാർ മാറിപ്പോയി. 4/3 പൈ ആർ ക്യൂബ്. മാറിപ്പോന്ന് എനിക്ക് അറിയാവുന്നതല്ല ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. തിരുത്തിക്കോ, വേഗം തിരുത്ത്. ഞങ്ങളതെ ഫൈനൽ ആൻസർ കിട്ടിയവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവോ? ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ കിട്ടിയവര് 1 2 3 പേർക്ക് കിട്ടി. 4. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ വോളിയം ഓഫ് ലാർജ് സ്ഫിയർ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ തന്നെ. റേഡിയസ് ഓഫ് ലാർജ് സ്ഫിയർ 12 ആണ്. റേഡിയസ് ഓഫ് ലാർജ് സ്ഫിയർ 12 ആണ് ഓൾറെഡി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ലാർജ് സ്ഫിയർ വോളിയം ഫോർമുല 4/3 പൈ ആർ ക്യൂബ് ആണ്. 4/3 പൈ ഇൻറ്റു 12 ക്യൂബ് എന്ന് വരും. ഇപ്പൊ കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്ത് അലമ്പാക്കേണ്ട, അവൻ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി കേട്ടോ. ഇനി എന്താ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള വേറെ ഡേറ്റ? വേറെന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളേ? അതിൽക്കേ വേറെന്താ ക്വസ്റ്റ്യനിലുള്ള? 27 ചെറിയ സ്ഫിയേഴ്സ് ഉണ്ട്, ഈക്വൽ സൈസ് ഉള്ള. അതെ, നമ്പർ ഓഫ് സ്ഫിയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് 27 ആണ്. മൊത്തം സ്ഫിയേഴ്സിന്റെ എണ്ണം 27 ആണ്. ഇനി എങ്ങനെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും മാഫിയ? ഹൗ വി ക്യാൻ കണക്ട് ദ ടു? Number of sphere is equal to volume of large sphere by volume of small sphere. Absolutely. Number of spheres ലേക്ക് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോ we have the formula number of spheres is equal to, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആ ഫോർമുലേനെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. വോളിയം ഓഫ് ലാർജ് സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയത് നമ്പർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്നായിരുന്നു. കാരണം അവിടെ വലിയ ആൾ സിലിണ്ടറും ചെറിയ ആൾ സ്ഫിയറും ആയിരുന്നു. ഇവിടെ രണ്ടുപേരും സ്ഫിയേഴ്സാണ്. നമ്മളപ്പോൾ ഒരാൾ ലാർജ് എന്നും മറ്റൊന്ന് സ്മോൾ എന്നും കൊടുത്ത് ചേഞ്ച് ചെയ്തു. കണ്ടോ? നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുന്ന മാറ്റങ്ങളാണ്. നമുക്ക് കൊടുക്കാം 27. നമ്പർ ഓഫ് സ്ഫിയർ 27 ആണ്. ലാർജിന്റെ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട് 4/3 പൈ ഇൻറ്റു 12 ക്യൂബ് ആണ്. സ്മോളിനെ നമുക്ക് തൽക്കാലം 4/3 പൈ ആർ ക്യൂബ് എന്ന് എഴുതിയാൽ മതി. 4/3 ആൻഡ് 4/3 പൈ ഗെറ്റ് ക്യാൻസൽ. 27 ഈക്വൽ 12 ക്യൂബ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 ഇൻറ്റു 12 ബൈ ആർ ക്യൂബ് എന്ന് കിട്ടും. ആർ ക്യൂബിനെ അപ്പുറത്തേക്ക് മാറ്റുക, സിംപ്ലിഫൈ ചെയ്യുക. ഫൈനൽ ആൻസറിലേക്ക് എത്താം. ആർ ക്യൂബും കൂടി വന്നു കഴിയുമ്പോൾ 12 ഇൻറ്റു 12 ഇൻറ്റു 12 ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ 27. കട്ട് ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യുക. കഴിയാത്തവർക്ക് മാക്സിമം 1 മിനിറ്റ് ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ആവാത്തവർക്ക്. ഒറ്റയ്ക്ക് ചെയ്തില്ല എങ്കിൽ സംഗതികളൊന്നും ഗുണം ചെയ്യില്ല കേട്ടോ. Thirty seconds more. പന്ത്രണ്ട് 27 ഓരോരോ കേസ് വെച്ച് വെട്ടാട്ടോ. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്.
കട്ട് ഷോട്ട് ചെയ്യാവുന്നതാണ്. ഗൗരി ആർ ക്യൂബിനെ സിംപ്ലിഫൈ ചെയ്തൊരു വാല്യൂ കിട്ടി. ആർ ക്യൂബിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സർ. വേഗം കട്ട് ചെയ്യേ, സിംപ്ലിഫൈ ചെയ്യേ. അൽഫിയ സിദ്ദീഖ് ആർ ക്യൂബിനെ കട്ട് ചെയ്തൊരു വാല്യൂ കിട്ടി. ആർ ക്യൂബിന് എത്ര കിട്ടി? ആർ ക്യൂബ് 64. ആർ ക്യൂബ് 64 എന്ന് കിട്ടി. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതവിടെ 3 വെച്ച് വെട്ടാം. 12ഉം 27ഉം 3 വെച്ച് വെട്ടുമ്പോൾ 4 and 9. അടുത്ത 12ഉം ഈ 9ഉം കട്ട് ചെയ്യുമ്പോൾ 3 and വീണ്ടും മുകളിൽ 4. 3ഉം 12ഉം കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 4. 4 into 4 into 4 എന്ന് വരും. 4 into 4 into 4 64 ആണ്. ആർ ക്യൂബ് 64 ആണെങ്കിൽ ആർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64. ക്യൂബ് റൂട്ട് ഓഫ് 64. സാർ ആ രണ്ടിനും ഫ്രാക്ഷനുള്ള രണ്ടിനും ക്യൂബ് റൂട്ട് കൊടുക്കാൻ പറ്റില്ലേ? ഏതിനിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് 12/3 എന്ന് വരും. 12/3 4 എന്ന് കിട്ടും. ഒരു കുഴപ്പമില്ല, അതൊക്കെ ഓക്കെയാണ്. ഫൈനാൻസ് റെഡി അല്ലേ? ഇഷാൻ ഫൈനാൻസ് റെഡി അല്ലടാ? എത്ര റെഡി? 4 ഫൈനൽ ആൻസർ കിട്ടും. ക്വസ്റ്റിനോട് ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സ്മോൾ സ്ഫിയർ എന്നായിരുന്നു. റേഡിയസ് നമുക്ക് 4 ഫൈനൽ ആൻസർ കിട്ടി. കംപ്ലീറ്റ് ആയോ ഒരു വൺ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചേ. എനി വൺ, എനി ഡൗട്ട്? എനി വൺ? ഓക്കെ റൈറ്റ്. എങ്ങനെ ഒരു ചെറിയൊരു പോയിന്റോടൊന്ന് പറയട്ടെ, നമുക്ക് അതിൻ്റെ ചെയ്യാൻ കേട്ടോ. നമ്മളിവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിലെല്ലാം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മൾ വോളിയം എന്ന് പറയുന്ന ആൾക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? ഫസ്ന, ഇവിടെ നമ്മൾ വോളിയം ഏത് യൂണിറ്റിലെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ലെങ്ത് തന്നിരിക്കുന്ന മീറ്ററിലാണ്, നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് പറയും അല്ലേ? അപ്പൊ സെന്റിമീറ്റർ ക്യൂബോ അല്ലെങ്കിൽ മീറ്റർ ക്യൂബോ ആണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യൂണിറ്റ്, റൈറ്റ്? ഇനി നമ്മൾ ഈ കടകളിൽ നമ്മുടെ ബിവറേജ് ഐറ്റംസ്, ബിവറേജ് എന്ന് പറഞ്ഞാൽ മറ്റു ബിവറേജ് അല്ല, പെപ്സി കൊക്കക്കോള പോലത്തെ ഐറ്റംസ് ഇല്ലേ, അതിനൊക്കെ ബിവറേജ് എന്നാട്ടോ കോമൺ ആയിട്ട് പറയാം. ഈ പെപ്സി കൊക്കക്കോള സ്പ്രൈറ്റ് 7up പോലത്തെ സംഗതികളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കുപ്പിയിൽ ഇത്ര സെന്റിമീറ്റർ ക്യൂബ് 7up അല്ലെ ഇത്ര സെന്റിമീറ്റർ ക്യൂബ് കൊക്കക്കോള, അങ്ങനെയാണോ അതിന്റെ നമ്മൾ കണ്ടന്റ് പറയാ, അതിന്റെ വോളിയം പറയാ? അല്ല, നമ്മൾ അതിന്റെ വോളിയം എങ്ങനെയാ പറയാ? എങ്ങനെയാ ബിലാൽ നമ്മൾ അതിന്റെ വോളിയം പറയാ? ലിറ്ററിലാണ്. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് പെട്രോൾ ഒക്കെ വാങ്ങുമ്പോഴാണെങ്കിൽ, നമ്മൾ പമ്പിൽ നിന്ന് പെട്രോൾ ഒക്കെ വാങ്ങുമ്പോഴും ലിറ്ററിലാണ് വാങ്ങുക. 1.5 ലിറ്റർ 2 ലിറ്റർ അല്ലേ നമ്മൾ പെട്രോൾ ഒക്കെ വാങ്ങുക. അപ്പൊ ഈ ലിറ്റർ എന്ന് പറയുന്നതും വോളിയത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. വോളിയം ഓഫ് എ കൂടുതൽ ലിക്വിഡ്സിലാണ് ലിറ്റർ നമ്മൾ ഉപയോഗിക്കുക. ലിക്വിഡ് ടൈപ്പ് മെറ്റീരിയൽസിലാണ് ലിറ്റർ എന്നുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ലിറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇവരുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ്. ലിറ്ററിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് 1 meter cube is equal to 1000 liter. 1 meter cube equal to 1000 liter. നമുക്കൊരു പ്രോബ്ലത്തിൽ ആവശ്യമുള്ളത് കൊണ്ടാട്ടോ, ഇങ്ങനെ തന്നെ നമുക്കൊരു പ്രോബ്ലത്തിൽ വേണ്ടി വരും. പിന്നെ ഇപ്പൊ സെന്റിമീറ്റർ ക്യൂബ് നമ്മൾ കണക്ഷൻ ഉണ്ട്, അതിപ്പോ തൽക്കാലം നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തേക്കാം. 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ. ഇത് നമുക്ക് എന്തായാലും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്, പ്രോബ്ലത്തിൽ ആവശ്യം വരുന്നതാണ്. ഓക്കെ, എഴുതിയോ? ഫൈൻ. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നാളത്തെ പ്രോബ്ലത്തിൽ കാണും. ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു.